യോഗ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സന്തോഷവും അറിവും തന്ത്രവും യോജിപ്പോടെ വളർത്തുന്നതിനായി പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രമാണ്. നമ്മുടെ പ്രപഞ്ചത്തെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഇടമാക്കി മാറ്റുക എന്നതാണ് യോഗയുടെ ഉദ്ദേശം. ഈ പുതിയ ലോകത്തിന് നല്ല വഴികൾ കാണിക്കുന്ന ഒരു ശാസ്ത്രമായിരിക്കും യോഗ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭൂമിയിലെ എല്ലാം ജീവനും ബോധവും ലക്ഷ്യവുമുണ്ട്. ഓരോ രോഗത്തിനും അത് ഭേദമാക്കാൻ ഒരു ഔഷധ്യമുണ്ട്. ഓരോ വ്യക്തിക്കും ഓരോ ദൗത്യമുണ്ട്. സംയോജനവും ഒഴുക്കുമാണ് ശക്തി. ഊർജത്തിന്റെ സന്തുലിതാവസ്ഥയും കേന്ദ്രീകരണവും ആണ് ജീവിതം. ഊർജമാണ് എല്ലാം. അത് ഒന്നിൽ നിന്ന് വേറെ ഒന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇന്ത്യൻ അസ്തിത്വ യോഗ സിദ്ധാന്തം. യോഗ എന്നത് സംയോജനമാണ്. സാമൂഹികാരോഗ്യം, മാനസികാരോഗ്യം, പാരിസ്ഥിതികാരോഗ്യം, സ്നേഹം, സന്തോഷം, കർമ്മോന്മുഖത എന്നിവ ഉണ്ടാവണമെങ്കിൽ സംയോജനം ആവശ്യമാണ്. സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന രീതിയാണ് ഭക്തിയോഗം. ഒനരി ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനം കർമ്മയോഗം, പ്രൊഡക്ടിവിറ്റി. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും മുന്നോട്ട് പോകുകയും ചെയ്യുന്ന രീതിയും സന്ദർഭാനുസരണം പ്രവർത്തിക്കാനുള്ള ബുദ്ധിവർദ്ധനവുമാണ് ജ്ഞാനയോഗം, ഇന്റലക്ച്വൽ. നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പുഷ്ടിയും യശസ്സും ഓജസ്സും തേജസ്സും വാസനയും വർദ്ധിപ്പിച്ച് ആദിയും വ്യാധിയുമില്ലാതെ ആരോഗ്യത്തോടെയും ആയുസ്സോടെയും ജീവിച്ചു മരിക്കുകയും ചെയ്യുന്ന രീതിയാണ് രാജയോഗം, വെൽനസ് ലൈഫ്. ഈ യോഗങ്ങളെല്ലാം ഒരേ തലത്തിൽ നടത്തുമ്പോൾ ജീവിതം സമ്പന്നമാക്കുന്നു. യോഗയുടെ ഈ 4 പ്രധാന ശാഖകൾ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നതാണ് യൂണിവേഴ്സൽ യോഗയുടെ ലക്ഷ്യം. ഏകാഗ്രതയാണ് വിജയത്തിന് പ്രധാനം. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുക. ജോലികൾ ക്ഷമയോടെ ചെയ്യുക. ശാന്തത സൃഷ്ടിച്ച് ലക്ഷ്യങ്ങൾ നിർണയിച്ച് ഇടവേളകൾ എടുത്ത് യോഗയും ധ്യാനവും അഭ്യാസിച്ച് ഏകാഗ്രത വർദ്ധിപ്പിക്കാം. ഏകാഗ്രത ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. ഓരോ ദിവസവും അതിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. ശ്രദ്ധ കൊണ്ടും നിശ്ചലമായ മനസ്സുകൊണ്ടും വ്യക്തമായ കാഴ്ചപ്പാടുകൾ കൊണ്ടും നമ്മൾ ശക്തരാകുന്നു. നന്ദി. നല്ല ബന്ധങ്ങൾ ബഹുമാനം, സ്നേഹം, ക്ഷമ, വിശ്വാസം, ദയ, സത്യം എന്നിവയിൽ കെട്ടിപ്പടുക്കുന്നു. ഇവ ഐക്യവും സമാധാനവും വളർത്തുന്നു. പരസ്പര ബഹുമാനം ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു. സാമൂഹികവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ വിശ്വൈക്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ബന്ധങ്ങളിലെ യോജിപ്പ് ശരീരത്തിലെ കോശങ്ങളുടെ പൊരുത്തം പോലെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. നമ്മുടെ ബന്ധങ്ങളുടെ ഗുണം നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്നു. നന്ദി. വ്യക്തിപരവും തൊഴിൽപരവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് മാറ്റം പ്രധാനമാണ്. ജീവിതത്തിൽ പഠിക്കുക, പൊരുത്തപ്പെടുത്തുക, മെച്ചപ്പെടുത്തുക എന്നിവ ഇന്ന് അത്യന്താപേക്ഷിതമാണ്. അപ്ഡേറ്റ് എന്നാൽ കഴിവുകൾ തിരിച്ചറിയുകയും മാറ്റം, ചിന്തകൾ, ശീലങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവയുമായി പൊരുത്തപ്പെടുകയും ചെയ്യുന്നത് വളർച്ചയിലേക്കും വിജയത്തിലേക്കും നയിക്കുന്നു. പഴയതിനോട് പോരാടാതെ പുതിയത് കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് മാറ്റം വരുത്തേണ്ടത്. കാലതാമസം വരുത്തുന്ന പൂർണ്ണതയേക്കാൾ മികച്ചതാണ് തുടർച്ചയായ മെച്ചപ്പെടുത്തൽ. നന്ദി. ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്തുന്നതിൻ്റെ അവിഭാജ്യ ഘടകമാണ് ബോഡി മാനേജ്മെന്റ്. ആരോഗ്യകരവും കൂടുതൽ ഊർജ്ജസ്വലവുമായ ഒരു ജീവിതത്തിന് സംഭാവന നൽകുന്നതിന് എല്ലാ ദിവസവും ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ആരോഗ്യപരമായ വെല്ലുവിളികൾ നേരിടുമ്പോൾ മാത്രമാണ് നമ്മുടെ ശരീരത്തിന് നാം നൽകുന്ന പരിചരണം പൂർണ്ണമായി വിലമതിക്കപ്പെടുന്നത്. കൂടാതെ സജീവമായ ആരോഗ്യ സമ്പ്രദായങ്ങളുടെ ആവശ്യകത ഉയർത്തിക്കാട്ടുന്നത്. നമ്മുടെ ദൈനംദിന ശീലങ്ങളിലെ ശ്രദ്ധാപൂർവമായ പരിഷ്കരണങ്ങളിലൂടെ നമ്മുടെ യുവത്വത്തെ അനുസ്മരിപ്പിക്കുന്ന ചലനവും വഴക്കവും നമുക്ക് തിരിച്ചുപിടിക്കാൻ കഴിയും. നമ്മുടെ ശാരീരിക നില മെച്ചപ്പെടുത്താൻ ഒരിക്കലും വൈകരുതെന്ന് നിർദ്ദേശിക്കുന്നു. ശാരീരികവും മാനസികവുമായ ക്ഷേമം നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നന്ദി. മനസ്സ്, ചിന്തകളും ജീവിതാനുഭവങ്ങളും കൊണ്ട് രൂപപ്പെടുത്തിയ ശക്തമായ ഒരു പ്രോഗ്രാമിംഗ് ആണ്. നിയന്ത്രണമില്ലായ്മ ദുരിതത്തിലേക്ക് നയിക്കുന്നു. നിഷേധാത്മകത വളർത്തുന്നു. മനസ്സിനെ ശുദ്ധീകരിക്കുന്നത് ചിന്ത, തീരുമാനങ്ങൾ, സന്തോഷം, സമാധാനം എന്നിവ വർദ്ധിപ്പിക്കുന്നു. ഇത് പാലിക്കുക, വിശ്വസിക്കുക. ശാരീരികവും മാനസികവും സമന്വയിപ്പിക്കുന്ന മാനസിക ചികിത്സയായി യോഗ അഭ്യാസിക്കുക. മനസ്സിനെ ശരിയായി പ്രോഗ്രാം ചെയ്യുന്നത് ജീവിതത്തെ പൂർത്തീകരിക്കുന്നതിലേക്ക് നയിക്കുന്നു. നന്ദി. നമ്മുടെ ഫോണിലെ ആപ്പുകൾ പോലെ വികാരങ്ങളും നമ്മെ സ്വാധീനിക്കുന്നു. ക്ഷീണം, സങ്കടം, ഭയം,
ദേഷ്യം, വെറുപ്പ്, വിശ്വാസം, പ്രതീക്ഷ, ആശ്ചര്യം, സന്തോഷം തുടങ്ങിയ വികാരങ്ങൾ നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്നു. എന്നാൽ നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും പഠിക്കാം. ഇത് നമ്മുടെ ആശയവിനിമയം മെച്ചപ്പെടുത്താനും സമ്മർദ്ദം കുറയ്ക്കാനും ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും സഹായിക്കും. സ്വയം അറിയുക, വികാരങ്ങളെ നിയന്ത്രിക്കുക, മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കുക എന്നിവയെല്ലാം വൈകാരിക ബുദ്ധിയുടെ ഭാഗമാണ്. ഇത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷകരവും സംതൃപ്തവുമാക്കാൻ സഹായിക്കും. വികാരങ്ങൾ ആപ്ലിക്കേഷനുകൾ പോലെയാണ്. മെച്ചപ്പെട്ട ജീവിതത്തിനായി അവ മനസ്സിലാക്കുക, നല്ലത് ഉള്ളിലേക്ക് ഇടുക. നന്ദി. എനർജി മാനേജ്മെന്റിൽ ശരീരത്തിൽ ഊർജത്തിന്റെ ഉൽപാദനം, സംഭരണം, ശാരീരിക പ്രവർത്തനങ്ങൾക്കായി ഉപയോഗം എന്നിവ ഉൾപ്പെടുന്നു. കൂടാതെ നമ്മുടെ ഉദ്ദേശ്യം, ക്ഷേമം, സന്തുലിതാവസ്ഥ, വളർച്ച, പ്രതിരോധശേഷി എന്നിവയ്ക്കായി പ്രകൃതിത്വവും ശാരീരികവും മാനസികവും വൈകാരികവുമായ ഊർജത്തെ വിലയിരുത്തുകയും തരംതിരിക്കുകയും പ്രോഗ്രാമിംഗ് ചെയ്യുകയും ചെയ്യുന്നു. ശരീരത്തിന്റെ പ്രാഥമിക ഊർജ സ്രോതസ് ഭക്ഷണമാണ്. മാത്രമല്ല, സൂര്യപ്രകാശം, വായു, വെള്ളം, സന്തോഷം എന്നിവയും ഉൾപ്പെടുന്നു. ജീവിതം പൂർണ്ണമായി ജീവിക്കാൻ നമ്മുടെ ഊർജം ശരിയായി കൈകാര്യം ചെയ്യുക. ശ്രദ്ധ പോകുന്നിടത്ത് ഊർജം ഒഴുകുന്നു. ഊർജം എല്ലാറ്റിനെയും ബന്ധിപ്പിക്കുന്നു. അത് ജീവശക്തിയാണ്. നമ്മുടെ ഊർജം നിയന്ത്രിക്കുക. സംതൃപ്തമായ ജീവിതത്തിന് അത് അത്യന്താപേക്ഷിതമാണ്. നന്ദി. സമയം എന്നത് ഒരു അമൂല്യമായ സമ്പത്താണ്. അതിനെ നാം എങ്ങനെ ചിലവഴിക്കുന്നു എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നു. ടൈം മാനേജ്മെന്റ് എന്നത് നമ്മുടെ സമയത്തെ കൃത്യമായി ആസൂത്രണം ചെയ്ത് അതിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ദൈനംദിന ജോലികൾക്ക് മുൻഗണന നൽകി ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് ഒരു കാര്യക്ഷമമായ ഷെഡ്യൂൾ സൃഷ്ടിച്ച് നാം നമ്മുടെ സമയത്തെ മികച്ചതാക്കാൻ കഴിയും. എന്നാൽ ഓർക്കുക, ടൈം മാനേജ്മെന്റ് എന്നത് എല്ലാ സമയത്തും പ്രവർത്തിക്കുന്നതല്ല. അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഉൽപാദനക്ഷമവും സംതൃപ്തവുമാക്കാൻ ഒരു ഉപാധിയാണ്. കൂടാതെ ഒരു കഠിനാധ്വാനം മാത്രമല്ല. നമ്മുടെ സമയം ബുദ്ധിപൂർവമായി ചിലവഴിച്ച് നമുക്ക് ഒരു സംതൃപ്തമായ ജീവിതം നേടാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും ഒരേ 24 മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ സമയം നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. സമയം പരിമിതമാണ്. അതിനാൽ നാം അതിനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ചിലവഴിച്ച് മുന്നോട്ട് നീങ്ങാം. നന്ദി. ഓരോ ജീവിതവും അതുല്യമാണ്. വ്യത്യസ്തമായ അനുഭവങ്ങൾ, താൽപ്പര്യങ്ങൾ, കഴിവുകൾ, കാഴ്ചപ്പാടുകൾ എന്നിവ നമ്മളെ ഓരോരുത്തരെയും അദ്വിതീയമാക്കുന്നു. വൈവിധ്യം നമ്മളെ ശക്തരാക്കുന്നു. നമ്മുടെ വ്യത്യാസങ്ങൾ ലോകത്തെ കൂടുതൽ രസകരവും ചലനാത്മകവുമാക്കുന്നു. പരസ്പരം പഠിക്കാനും വളരാനും നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ അദ്വിതീയത സ്വീകരിക്കുക. നമ്മുടെ ഗുണങ്ങളിൽ അഭിമാനിക്കുകയും അവ ലോകവുമായി പങ്കിടുകയും ചെയ്യുക. എല്ലാവരും അതുല്യരും ബഹുമാനം അർഹിക്കുന്നവരുമായതിനാൽ മറ്റുള്ളവരെ ബഹുമാനിക്കുക. നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരുക. ഒരു മാറ്റം വരുത്തുക. നന്ദി. ശരിയായ വ്യായാമം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ഇത് നമ്മുടെ ഏകാഗ്രത, ശക്തി, വഴക്കം, ബാലൻസ്, പ്രതിരോധശേഷി എന്നിവയെ മെച്ചപ്പെടുത്തുന്നു. നല്ല ആരോഗ്യം ഉള്ളിൽ നിന്ന് ആരംഭിക്കുന്നു. അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശോഭനമാക്കുന്നു. യോഗയും ധ്യാനവും നമ്മുടെ ശരീരവും മനസ്സും ശക്തവും ആരോഗ്യകരവുമായി വളരാൻ സഹായിക്കുന്നു. ഇത് നമ്മുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നു. വിഷാദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു. നമ്മുടെ മനസ്സിനെ സ്വതന്ത്രമാക്കിയും ശരീരത്തെ ചലിപ്പിച്ചും മുന്നോട്ട് കൊണ്ടുപോകുക. നന്ദി. മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ക്ഷേമത്തിനും സമീകൃതവും പോഷകസമൃദ്ധവുമായ ഭക്ഷണക്രമം അത്യന്താപേക്ഷിതമാണ്. പോഷകസമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുകയും ചെയ്യുന്നു. നല്ലപോലെ വെള്ളം കുടിക്കുക. മോശം കൊഴുപ്പുകൾ പരിമിതപ്പെടുത്തുക. രാസവസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. നന്നായി ഭക്ഷണം കഴിക്കുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നു. മാനസികാവസ്ഥ സ്ഥിരപ്പെടുത്തുന്നു. ഊർജം വർദ്ധിപ്പിക്കുന്നു. മാനസിക വ്യക്തത മെച്ചപ്പെടുത്തുന്നു. ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും സന്തോഷത്തിനുമുള്ള നിക്ഷേപമാണ്. പോഷകാഹാരം ആരോഗ്യകരമായ ജീവിതശൈലിയും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നു. ആരോഗ്യകരമായ ഭക്ഷണങ്ങളാണ് നമ്മുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നത്. നന്ദി. ആഴത്തിലുള്ള ശ്വസനം നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രയോജനം ചെയ്യുന്നു.
ഇത് ഓക്സിജൻ ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ശ്വാസം നമ്മെ ജീവിതവുമായും ചിന്തകളെ ശരീരവുമായും ബന്ധിപ്പിക്കുന്നു. ദിവസവും ശ്വസന വ്യായാമങ്ങൾ ചെയ്യുന്നത് ശാരീരികവും മാനസികവുമായ ക്ഷേമം വർദ്ധിപ്പിക്കുന്നു. ആഴത്തിലും ശരിയായും ശ്വസിക്കുമ്പോൾ ശ്വാസകോശം കൂടുതൽ വായു സഞ്ചാരം നടക്കുകയും വിഷവസ്തുക്കളെ നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ശ്വാസം ജീവിതത്തിന്റെ സത്താണ്. അത് നല്ല പോലെ പ്രവർത്തിച്ചാൽ ജീവിതം ഊർജ്ജസ്വലമാകും. നന്ദി. നല്ല വിശ്രമം നമ്മുടെ ക്ഷേമത്തിന് അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യകരവും ഊർജ്ജസ്വലവുമായ ജീവിതത്തിന് വേണ്ടി വിശ്രമത്തിന് മുൻഗണന നൽകുക. പിരിമുറുക്കം നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തെ മറയ്ക്കുന്നു. വിശ്രമം യഥാർത്ഥ നമ്മളെ പുറത്ത് കാണിക്കുന്നു. സ്വയം പരിചരണം ഒരു ആഡംബരമല്ല, അതിജീവനത്തിന് അത് അത്യാവശ്യമാണ്. നന്നായി വിശ്രമിക്കുന്ന ഒരു മനസ്സിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും കഴിയും. അസുഖം വരാനും പരിക്കേൽക്കാനും ഉള്ള സാധ്യതയും കുറവാണ്. വിശ്രമം കൂടുതൽ ഊർജം നൽകുന്നു. നന്ദി. പോസിറ്റീവ് ചിന്തകൾ സഹിഷ്ണുതയും ശ്രദ്ധയും വളർത്തുന്നു. ജീവിതത്തിലെ പരീക്ഷണങ്ങളിലൂടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും ഒരാളെ മുന്നോട്ട് നയിക്കുന്നു. അതിലൂടെ ആന്തരിക ശക്തിയും സംതൃപ്തിയും വർദ്ധിക്കുന്നു. പോസിറ്റീവ് ചിന്തകൾ അദൃശ്യമായതിനെ കാണാനും അവിശ്വസനീയമായതിൽ വിശ്വസിക്കാനും ഒരുവനെ പ്രാപ്തനാക്കുന്നു. പ്രതിബന്ധങ്ങളെ ചവിട്ടുപടികളാക്കി മാറ്റുന്നു. എനിക്ക് അത് ചെയ്യാൻ കഴിയും എന്ന മന്ത്രം ശുഭാപ്തി വിശ്വാസത്തിന്റെ സാരാംശം ഉൾക്കൊള്ളുന്നു. ഇത് ലക്ഷ്യത്തെ പിന്തുടരുന്ന ശക്തമായ സ്ഥിരീകരണവും മനുഷ്യാത്മാവിന്റെയാണ്. അക്ഷീണമായ ദൃഢനിശ്ചയത്തെ ഉൾക്കൊള്ളുന്നു. പോസിറ്റീവ് ചിന്താഗതിക്കാർ അദൃശ്യമായത് കാണുകയും അദൃശ്യമായത് അനുഭവിക്കുകയും അസാധ്യമായത് നേടുകയും ചെയ്യുന്നു. നന്ദി. വർത്തമാന നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ ധ്യാനത്തിലൂടെ സമാധാനവും സന്തോഷവും കൂടാതെ പല നല്ല മാറ്റങ്ങളും വരുത്താൻ കഴിയും. ഇത് ശാന്തവും സംതൃപ്തവുമായ ജീവിതത്തിലേക്ക് നയിക്കുന്നു. ദിവസവും 5 മിനിറ്റ് ധ്യാനം ചെയ്യുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തും. ശരീരത്തിന്റെ വിശ്രമാവസ്ഥ മെച്ചപ്പെടുത്തിക്കൊണ്ട് അവയവങ്ങളുടെ പ്രവർത്തനം സജീവമാക്കുകയും പേശികളുടെ പിരിമുറുക്കം കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നു. ധ്യാനം നമ്മുടെ ആന്തരിക പ്രപഞ്ചവുമായി പൊരുത്തപ്പെടാനുള്ള മാർഗമാണ്. നന്ദി. നമ്മുടെ അനുഭവങ്ങൾ, ബന്ധങ്ങൾ, കാഴ്ചപ്പാടുകൾ, താൽപ്പര്യങ്ങൾ എന്നിവയിൽ നിന്നാണ് സന്തോഷം രൂപപ്പെടുന്നത്. അതിൽ സംതൃപ്തി, ഉദ്ദേശ്യം, പോസിറ്റീവ് കണക്ഷനുകൾ എന്നിവ ഉൾപ്പെടുന്നു. സന്തോഷം പകർച്ചവ്യാധി പോലെയാണ്. പോസിറ്റിവിറ്റി പങ്കിടുന്നത് മറ്റുള്ളവരെ ഉയർത്തുകയും സന്തോഷത്തിന്റെ തരംഗങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. കൃതജ്ഞതയും ശുഭാപ്തി വിശ്വാസവും പ്രതിരോധശേഷിയും നട്ടുവളർത്തുന്നത് ശാശ്വതമായ സന്തോഷം വളർത്തുന്നു. സന്തോഷം നട്ടുവളർത്തുക അതൊരു യാത്രയാണ്, വെറും തോന്നൽ മാത്രമല്ല. നന്ദി. വ്യക്തിപരവും തൊഴിൽപരവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് കാരണമാകുന്ന അനുകൂല സാഹചര്യങ്ങളാണ് അവസരങ്ങൾ. അവസരങ്ങൾ നമ്മുടെ താൽപ്പര്യങ്ങളോടും കഴിവുകളോടും ഒത്തുചേരുന്നു. നമ്മുടെ ലക്ഷ്യം നിറവേറ്റാൻ നമ്മളെ അനുവദിക്കുന്നു. അവസരങ്ങൾ തിരിച്ചറിയാനും പിടിച്ചെടുക്കാനും നാം തയ്യാറാവണം. അവസരങ്ങൾ സമൃദ്ധമാണ്, പക്ഷേ അത് കാണാനും പിടിച്ചെടുക്കാനുമുള്ള കാഴ്ചപ്പാട് വികസിപ്പിക്കുക എന്നതാണ് പ്രധാനം. എല്ലാ പരാജയങ്ങളെയും അവസരങ്ങളാക്കി മാറ്റുക. നന്ദി. ജ്ഞാനോദയം. വിമർശനാത്മക ചിന്തയിലൂടെയും ആത്മപരിശോധനയിലൂടെയും ജ്ഞാനവും വ്യക്തതയും നേടുന്ന ഒരു പരിവർത്തന യാത്രയാണ് ജ്ഞാനോദയം. യാഥാർത്ഥ്യത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തെ ആഴത്തിൽ ധരിച്ചു സാക്ഷാത്കരിക്കുന്ന ഉണർവിന്റെ ഗാഢമായ അവസ്ഥയാണ് ജ്ഞാനോദയം. ഇത് വ്യക്തിഗത വളർച്ചയും സഹാനുഭൂതിയും പ്രോത്സാഹിപ്പിക്കുകയും ലോകത്തെക്കുറിച്ചുള്ള സ്വയം അവബോധവും ധാരണയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സ്വന്തം അജ്ഞതയെ തിരിച്ചറിയുക എന്നതാണ് ബോധോദയത്തിലേക്കുള്ള ആദ്യ പടി. നന്ദി. വിനോദത്തിൽ മാത്രമല്ല, നമ്മുടെ വളർച്ചയിലും സന്തോഷം കണ്ടെത്തുക. നിങ്ങളുടെ മനസ്സിനെ വെല്ലുവിളിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്ന പ്രബുദ്ധമായ അനുഭവങ്ങൾ തേടുക. വിനോദം മനസ്സിന്റെ പുനർജന്മമാണ്. ശാശ്വത പൂർത്തീകരണത്തിനും വളർച്ചയ്ക്കും മനസ്സിനെയും ഹൃദയത്തെയും ബന്ധങ്ങളെയും മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ കണ്ടെത്തുക. പൂർത്തീകരിക്കുന്ന പ്രവർത്തനങ്ങൾ പിന്തുടരുന്നതിലൂടെയും പിന്തുണ സ്വാധീനങ്ങളാൽ നിങ്ങളെ ചുറ്റിപ്പറ്റിയും വ്യക്തിഗത വളർച്ചയ്ക്ക് മുൻഗണന നൽകുകയും വിശ്രമിക്കുകയും ചെയ്യുക. തിരിച്ചറിവുകൾ മനുഷ്യ വിനോദത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ്. നന്ദി. ആവർത്തിച്ചു ചെയ്യുന്ന പ്രവൃത്തികൾ ശീലങ്ങളാകുന്നു. വ്യായാമം,
ധ്യാനം, നേരത്തെ എഴുന്നേൽക്കൽ പോലെയുള്ള നല്ല ശീലങ്ങൾ ഒരു വിജയകരമായ ദിനത്തിലേക്കും പഠനത്തിലും ബന്ധങ്ങൾ മെച്ചപ്പെടുത്തലിലേക്കും നയിക്കും. പുകവലി, മദ്യപാനം, നീട്ടിവെക്കൽ പോലുള്ള മോശം ശീലങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമാണ്. നമ്മുടെ വിശ്വാസങ്ങൾ ചിന്തകളായി, ചിന്തകൾ വാക്കുകളായി, വാക്കുകൾ പ്രവൃത്തികളായി, പ്രവൃത്തികൾ ശീലങ്ങളായി, ശീലങ്ങൾ മൂല്യങ്ങളായി, മൂല്യങ്ങൾ നമ്മുടെ യശസ്സായി മാറുന്നു. ദൈനംദിന ജീവിതത്തിന്റെ അദൃശ്യമായ വിദ്യയാണ് ശീലങ്ങൾ. നന്ദി. ഉൽപാദനക്ഷമത എന്നത് ഉപകാരപ്രദമായ എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്നതിന് സമയം, ഊർജ്ജം, അറിവ് തുടങ്ങിയ വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗമാണ്. ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് മുൻഗണനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, പുതിയ കഴിവുകൾ വികസിപ്പിക്കുക, സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുക, ആരോഗ്യകരമായ തൊഴിൽ അന്തരീക്ഷം വളർത്തിയെടുക്കുക, നിങ്ങളുടെ ജോലിയിൽ ആനന്ദം കണ്ടെത്തുക, ലക്ഷ്യങ്ങൾ കാര്യക്ഷമമായി കൈവരിക്കുക, വ്യക്തിപരവും സംഘടനാപരവുമായ വിജയം വർദ്ധിപ്പിക്കുക, മാലിന്യം പരമാവധി കുറയ്ക്കുന്നതിനൊപ്പം ഉൽപ്പാദനം പരമാവധിയാക്കുക എന്നിവയും നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. കേവലം തിരക്കിലായിരിക്കുന്നതിനു പകരം ഉൽപ്പാദനക്ഷമതയുള്ളവരായിരിക്കുക എന്നതാണ് പ്രധാനം. നന്ദി. വെല്ലുവിളികൾ പ്രതിരോധശേഷി, പ്രശ്നപരിഹാരം, ധൈര്യം എന്നിവ വളർത്തുന്നു. അത് തരണം ചെയ്യാൻ സ്വയം അവബോധവും സഹായം തേടലും പ്രധാനമാണ്. ജീവിതത്തിലുടനീളം വെല്ലുവിളികളെ നേരിടാൻ ക്ഷമയും വിവേകവും അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യത്തിന് മുൻഗണന നൽകുക, നിങ്ങളുടെ പരിധികൾ അറിയുക, അവബോധമുള്ളവരായിരിക്കുക, വെല്ലുവിളികളെ ക്രിയാത്മകമായി സമീപിക്കുക. അത് വിജയത്തിലേക്കുള്ള പാത തെളിയിക്കുന്നു. കഴിവുകൾ വികസിപ്പിക്കുക, ആത്മവിശ്വാസം വളർത്തുക, പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതിനു മുമ്പ് അത് പരിഹരിക്കുക. വിജയിക്കുവാനുള്ള ഏക മാർഗം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ്. നന്ദി. പ്രകൃതിയെ അടിസ്ഥാനമാക്കിയുള്ള തന്ത്രങ്ങൾ ജീവിതത്തിന് ഗുണം ചെയ്യും. അത് പ്രകൃതിയുടെ ജ്ഞാനവുമായി ഐക്യവും സന്തുലിതാവസ്ഥയും കൊണ്ടുവരുന്നു. പരിസ്ഥിതി വ്യവസ്ഥകളുടെയും മനുഷ്യ സമൂഹങ്ങളുടെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ പ്രകൃതിദത്ത ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന രീതിയാണിത്. വിദ്യാഭ്യാസവും പ്രകൃതി തന്ത്രങ്ങളും സന്തുലിതാവസ്ഥ നിലനിർത്താനും ജീവിതം നിലനിർത്താനും സഹായിക്കുന്നു. പ്രകൃതിയെ ആശ്ലേഷിക്കുന്നത് ഒരിക്കലും പരാജയപ്പെടില്ല. പ്രകൃതിയെ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ തന്ത്രം. നന്ദി. ആത്മവിശ്വാസം വിജയത്തിന് നിർണായകമാണ്. അത് സ്വയം അവബോധം, പ്രതിരോധം, പരിശീലനം എന്നിവയാൽ പരിപോഷിപ്പിക്കപ്പെടുന്നു. ആത്മവിശ്വാസം കുറവ് ബന്ധങ്ങൾ, കരിയർ, ക്ഷേമം എന്നിവയെ ബാധിക്കുന്നു. വെല്ലുവിളികളെ മറികടക്കാൻ ആഗ്രഹം, പ്രാർത്ഥന, ശ്രദ്ധ, ആത്മവിശ്വാസം എന്നിവ അത്യാവശ്യമാണ്. കഠിനാധ്വാനം, ധൈര്യം, സ്വയം മനസ്സിലാക്കൽ, മറ്റുള്ളവരെ പിന്തുണയ്ക്കൽ എന്നിവയിൽ നിന്നാണ് ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. ഓർക്കുക, നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കുക, എന്നാൽ നിങ്ങൾ പകുതി വിജയത്തിൽ എത്തി. നന്ദി. നല്ല വികാസത്തിനും ആശയവിനിമയത്തിനും വിമർശനം അനിവാര്യമാണ്. അത് ആത്മാർത്ഥവും ആദരവുള്ളതും മാന്യവുമായ മെച്ചപ്പെടുത്തലിന് ഉദ്ദേശിച്ചതുമായിരിക്കണം. ആത്മാർത്ഥമായ വിമർശനം ചിന്തയെയും നവീകരണത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ നാശപരമായ വിമർശനം ആത്മാഭിമാനത്തെയും പുരോഗമനത്തെയും ദോഷകരമായി ബാധിക്കുന്നു. വിമർശനം കേട്ട് പഠിക്കുകയും വളരുകയും ചെയ്യാൻ മനസ്സ് തുറക്കുക. പക്ഷേ അത് പീഡിപ്പിക്കാൻ ഉപയോഗിക്കുന്നവരെ ഒഴിവാക്കുക. നമ്മളെ നിഷ്കളങ്കമായി വിലയിരുത്തുന്നവരെ കേൾക്കാൻ ശക്തമായ ചെവികൾ നമുക്ക് ആവശ്യമുണ്ട്. നന്ദി. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അനന്തരഫലങ്ങൾ ഉള്ളതിനാൽ അർപ്പണബോധത്തോടും വിവേകബുദ്ധിയോടുകൂടി കർമ്മത്തെ പ്രതിഫലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രവർത്തിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുകയും നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല സംഭാവനകൾ ലോകത്ത് നൽകാനും നന്മ പ്രചരിപ്പിക്കാനും കഴിയും. ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും സമയവും പ്രയത്നവും വിലമതിക്കുന്നതും നമ്മുടെ പ്രവർത്തനങ്ങൾ തുടർച്ചയായി അപ്ഡേറ്റ് ചെയ്യുന്നതും വളരാനും കൂടുതൽ അർത്ഥവത്തായ ഭാവി സൃഷ്ടിക്കാനും നമ്മളെ സഹായിക്കുന്നു. സർഗാത്മകത കൈവരിക്കുന്നതിനുള്ള എളുപ്പവഴി വ്യത്യസ്തമായ എന്തെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നതാണ്. നന്ദി. അറിവ് നമ്മുടെ ജീവിതയാത്രയ്ക്ക് അർത്ഥം നൽകുകയും ജിജ്ഞാസ ജ്വലിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ സർട്ടിഫിക്കറ്റുകളെക്കാൾ പ്രാധാന്യം നല്ല ആശയങ്ങളും എയുമായി പ്രവർത്തിക്കാനുള്ള കഴിവും നമ്മുടെ കഴിവുകളും പരിമിതികളും തിരിച്ചറിയുന്ന യഥാർത്ഥ ബോധമാണ് ഉണ്ടാവേണ്ടത്. ആപ്ലിക്കേഷനുകൾ അറിവ് ഉൾക്കൊള്ളുന്നു, എന്നാൽ മനുഷ്യബോധമാണ് അവയെ ജീവസുറ്റതാക്കുന്നത്. അറിവ് ശക്തമാണ്, പക്ഷേ അത് വിവേകത്തോടെ ഉപയോഗിക്കണം. നന്ദി.
വൈകാരികവും ബൗദ്ധികവും സാമൂഹികവുമായ വളർച്ച ഉൾപ്പെടുന്ന സങ്കീർണമായ ആശയമാണ് പക്വത. നമ്മുടെ അനുഭവങ്ങളും സാംസ്കാരിക പശ്ചാത്തലവും അതിനെ സ്വാധീനിക്കുന്നു. വൈകാരികമായി പക്വതയുള്ള വ്യക്തികൾക്ക് അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും കഴിയും, അതേസമയം മറ്റുള്ളവരോട് സഹാനുഭൂതി പ്രകടിപ്പിക്കുകയും ചെയ്യും. പക്വത എന്നത് ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെയും കടമകളെയും നാവിഗേറ്റ് ചെയ്യുന്നതിന് ബോധം വളർത്തിയെടുക്കുകയും ബുദ്ധിശക്തി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു നീണ്ട യാത്രയാണ്. പ്രായം ഒരു സംഖ്യ മാത്രമാണ്. പക്വത ഒരു തിരഞ്ഞെടുപ്പാണ്. നന്ദി. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള നമ്മുടെ പ്രേരണയ്ക്ക് ഊർജം പകരുന്ന ശക്തമായ ഉപകരണമാണ് ദൃഢനിശ്ചയം. ഇത് പ്രതിബദ്ധത, ആത്മവിശ്വാസം, ധൈര്യം എന്നിവയുടെ സംയോജനമാണ്. അത് വെല്ലുവിളികളെ അതിജീവിക്കാനും നമ്മുടെ പൂർണ്ണമായ കഴിവുകളിൽ എത്തിച്ചേരാനും ഞങ്ങളെ അനുവദിക്കുന്നു. പുതിയ അനുഭവങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയും വിജയങ്ങൾ ആഘോഷിക്കുന്നതിലൂടെയും പോസിറ്റീവ് മാനസികാവസ്ഥ നിലനിർത്തുന്നതിലൂടെയും നമുക്ക് ഈ സുപ്രധാന കഴിവ് വളർത്തിയെടുക്കാൻ കഴിയും. നിശ്ചയദാർഢ്യം ഒരു ദിശനോക്കിയായി പ്രവർത്തിക്കുന്നു, വിജയത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മെ നയിക്കുന്നു. ഇന്നത്തെ ദൃഢനിശ്ചയം നാളത്തെ വിജയത്തെ നയിക്കുന്നു. നന്ദി. ലളിതമായ ജീവിതം ആവശ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ജീവിതം ലളിതമാണ്, പക്ഷേ നമ്മൾ അതിനെ സങ്കീർണമാക്കുന്നു. ലാളിത്യം മനസ്സിനെ ശാന്തമാക്കുന്നു, ധ്യാനാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്നു, നെഗറ്റീവ് വികാരങ്ങളെ കുറയ്ക്കുന്നു. പ്രകൃതി നിയമങ്ങളെ അനുസരിക്കുകയും ധ്യാനം ചെയ്യുകയും ചെയ്യുന്നത് ആന്തരിക സമാധാനവും സന്തോഷവും ആരോഗ്യവും നേടിത്തരുന്നു. ഏതു പ്രശ്നത്തിനും ലളിതമായ ഒരു പരിഹാരമുണ്ട്. നന്ദി.